السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പഠിപ്പിച്ച് നമ്മളാക്കി മാറ്റിയ നമ്മുടെ ഉസ്താദന്മാരുണ്ട്, അല്ലാഹു തആല അവർക്ക് ദറജ നൽകി, ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നമ്മളെല്ലാവരും കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഈ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെ ചന്തകളിൽ പോയി നിൽക്കാനാണ്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് സാധനങ്ങൾ, സാമാനങ്ങൾ, സാമഗ്രികൾ വിറ്റഴിക്കപ്പെടുന്നതായ സ്ഥലങ്ങളിൽ പോയി അത് കാണലും, അത് കൊടുക്കൽ വാങ്ങലും ഒക്കെ കാണലും, അത് പഠിക്കലുമാണ് സാധാരണ മനുഷ്യന്മാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ചന്തയുമായി, സൂക്കുമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ചന്തകളിൽ കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ദിക്ർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ സഹാബാ, നിങ്ങൾ ചന്തയിലേക്ക് കടന്നു പോകുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുനിയാവിൽ വെച്ചുകൊണ്ട്, ഒരു രാജ്യത്തിൽ വെച്ചുകൊണ്ട്, ഒരു നാട്ടിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നാട്ടിലെ പള്ളിയാണ്, അല്ലാഹുവിന്റെ ഭവനമാണ്. എങ്കിൽ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ളത് ചന്തയാണെങ്കിൽ, എങ്കിലും നമുക്ക് ചന്തയിലേക്ക് പോകണമല്ലോ, നമുക്ക് കച്ചവടങ്ങൾ നടത്തണമല്ലോ, നമ്മുടെ മഈശത്തുകൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ചന്തയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഇബ്ലീസുകൾ നമ്മളെ വന്നുകൊണ്ട് പിടിക്കാറുണ്ട്, നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നുണ്ട്. ഇബ്ലീസിന്റെ വ്യവഹാരമാകുന്ന സ്ഥലമാണ് ചന്തയെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ചന്തയിൽ കയറിയവന് ചന്ത സ്വഭാവമാണെന്ന് പറയാറുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ വ്യവഹാരം കൂടിയതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചന്തയിൽ പോയിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിയിട്ട് വേണം നിങ്ങളതാ കടലിലേക്ക് കടന്നു പോകാൻ, ചന്തയിലേക്ക് കടന്നു പോകാൻ. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ കടന്നു പോകാൻ. അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് വേണം നിങ്ങൾ കച്ചവടങ്ങൾ ചെയ്യാൻ. അല്ലാഹുവിന്റെ പേര് കൊണ്ട് വേണം നിങ്ങൾ ബിസിനസ് നടത്തുവാൻ. അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്, എത്ര പേരാണ് കച്ചവടം ചെയ്യുന്നത്, പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തില്ലല്ലോ, അവരുടെ ബിസിനസ്സിൽ ഒരു ബറക്കത്തില്ലല്ലോ. ഒരുപാട് പൈസകൾ നമ്മുടെ കയ്യിലേക്ക് വന്ന് മറിയുന്നുണ്ട്, പക്ഷേ ഇതേവരെയും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ എടുക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എത്ര പേരുണ്ടെന്നറിയോ. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടോ, ചന്തയിലേക്ക് കയറുന്ന സമയത്ത് ഇബ്ലീസ് പിടിക്കാതിരിക്കാൻ അതാ ഒരു ദിക്ർ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ ദഖല സൂഖാ വഖാല ലാ ഇലാഹ
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോ എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ പെങ്ങളെ. നമ്മുടെ ഭർത്താവ് കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, അല്ലാഹുവേ, നമ്മുടെ ഭർത്താക്കന്മാര് ബിസിനസ്സിന് വേണ്ടിയിട്ട് പുറപ്പെടുമ്പോ വീട്ടിലിരുന്നു കൊണ്ട് ഈ ദിക്ർ നിനക്ക് ചൊല്ലിക്കൊടുക്കാമല്ലോ. ഗൾഫ് രാജ്യത്തിൽ നിൽക്കുന്ന എന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാമല്ലോ. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലുമ്പോ അതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കതബല്ലാഹു ലഹു അൽഫ ഹസനാ വമഹാൻഹു അൽഫ ഹസന അൽഫ സയ്യിആ വറഫഅഹു അൽഫ ദറജാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ ചൊല്ലുന്ന സമയത്ത് 30 ലക്ഷത്തോളം വരുന്ന പദവിയാണ് അല്ലാഹു തആല, നന്മകളാണ് നമുക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. 30 ലക്ഷത്തോളം വരുന്ന നന്മകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിക്റാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ, നമ്മുടെ ഭർത്താവ് നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ ദിക്റൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അല്ലാഹുവേ, ചൊല്ലിക്കോ എന്റെ പ്രിയപ്പെട്ടവരെ, വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് ങ്ങോട്ട്, ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിലെ ബറക്കത്തുണ്ടാവുകയാണ്. 30 ലക്ഷത്തോളം വരുന്ന പ്രതിഫലമാണ് അല്ലാഹു തആല ഇടുന്നത്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുന്നതാണ്. പാപങ്ങൾ അല്ലാഹു തആല മായിച്ചു കളയുന്നതാണ്. മാത്രമല്ല അല്ലാഹു തആല ആഖിറത്തിൽ ഒരുപാട് പദവി നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഒരു ദിക്ർ അങ്ങോട്ട് ചൊല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണിത്. ചൊല്ലിക്കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെന്ന് ചൊല്ലിക്കൂടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ? എന്തിനാ നമ്മൾ വെറുതെ നമ്മുടെ സമയങ്ങൾ മുഴുവനും പാഴാക്കി കളയുന്നത്? അതുകൊണ്ട് കിട്ടുന്ന ആയുസ്സില്, കിട്ടുന്ന സമയങ്ങള്, അല്ലാഹു തആല തൗഫീഖ് ചെയ്തിരിക്കുന്ന സമയങ്ങളില് ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഈ ദിക്റുകൾ ചൊല്ലാൻ നാവിലിങ്ങനെ എപ്പോഴും ദിക്റുകളെ കൊണ്ട് നനഞ്ഞിരിക്കണം. അതാണ് മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ നാവ്. ചില ആൾക്കാരുടെ നാവുണ്ട് തെറിയ അഭിഷേകം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാവുണ്ട്. വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഈബത്തും നമീമത്തും പറയുന്ന നാവുകളുണ്ട്. അതൊക്കെ ശപിക്കപ്പെട്ട നാവുകളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, നിന്റെ ശരീരത്തിലെ നിന്നെ തന്നെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ രാജവെമ്പാലയാണ് നിന്റെ നാവ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. ദിക്ർ നല്ലതുപോലെ ചൊല്ല്. ആ നാവിന് എപ്പോഴും ദിക്ർ കടന്നു വരട്ടെ. ദിക്ർ കടന്നു വന്ന് അവസാനം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയിട്ട് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.